ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടിൻസ് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് കാട ഫ്രൈ ആണ്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് കണ്ടാലോ? ഇത് ഞങ്ങളുടെ കസിന്റെ വീട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഞങ്ങൾ കഴുകി വൃത്തിയാക്കിയതാണ്. ഇനി നമുക്കിതിൽ ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കാം. ഇതിൽ നന്നായിട്ട് മസാല പിടിക്കാനാണ് കേട്ടോ കുത്തി കുത്തി കൊടുക്കുന്നത്. നമുക്കിതിന്റെ മസാല റെഡിയാക്കി എടുക്കാം. 1 സ്പൂൺ മസാല, ഇത് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, 1 സ്പൂൺ ലെമൺ ജ്യൂസ്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. കുറച്ച് വെള്ളം നമുക്ക് തളിച്ചെടുക്കാം. ഇനി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ വെള്ളം ഓവറായി പോകരുത്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ മിക്സ് പിടിക്കൂല. 1 സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാടയുടെ മുകളിൽ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കാം. അപ്പൊ നമ്മൾ എല്ലാ കാടേനെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. മസാലയ്ക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് കടയിലേക്ക് വേണ്ടിയുള്ള സോസ് തയ്യാറാക്കിയെടുക്കാം. 1 സ്പൂൺ ചില്ലി സോസും സോയ സോസും ടൊമാറ്റോ സോസും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 സ്പൂൺ ഹണിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളെല്ലാം കാടേനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ച് മാറ്റിയ എണ്ണയിൽ നിന്നും കുറച്ച് എണ്ണ പാനിലേക്ക് ഒഴിച്ച് നമുക്ക് സവാള വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സോസ് ഇതിലേക്ക് ചേർത്തെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ കാടകളെല്ലാം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കാട ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതില് ആ ഹണിയുടെ മധുരവും ആ ചില്ലി ഫ്ലെക്സിന്റെ എരിവും സോയ സോസിന്റെ പുളിയൊക്കെ കൂടി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഓപ്ഷനെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങൾ എപ്പോഴും വീഡിയോ നോട്ടിഫിക്കേഷൻ ആക്കിയിട്ട് അടുത്തതിലെ വീഡിയോയിൽ കാണാം. ബൈ.